ദൈവത്തിന് മഹത്വം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു വചനഭാഗം വായിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച വിഷയം യേശു ക്രിസ്തു ആര് എന്നുള്ള വിഷയമാണ്. യേശു ആര് എന്നുള്ള വിഷയമാണ് നമ്മൾ ചിന്തിച്ചത്. അതിനോട് ചേർന്ന് പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ആ അറിവ് പങ്കുവയ്ക്കുന്നതും നമ്മളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വചനഭാഗം നമുക്ക് വായിക്കാം. ഒരു ദിവസം ശിഷ്യന്മാരുമായി പടകിൽ കയറി നാം തടാകത്തിന്റെ അക്കരെ പോക എന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിലൊരു ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്കച്ചെന്നു. നാഥാ നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്നു, ശാന്തതയുണ്ടായി. പിന്നെ അവരോട്, നിങ്ങളെ വിശ്വാസം എവിടെയെന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു, ഇവനാർ? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നുവെന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. മതി. നമ്മൾ വായിച്ച വചനഭാഗത്ത് യേശു തൻ്റെ ശിഷ്യന്മാരുമായി പടകിൽ കയറി അവരോട് നമ്മൾ തടാകത്തിൻ്റെ അക്കര പോകാം എന്ന് പറയുകയും അങ്ങനെ അവർ പടക് നീക്കി അവർ അക്കരയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ യേശു ഉറങ്ങിപ്പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ യേശു ഉറങ്ങിപ്പോയി. യേശു ഉറങ്ങുന്ന സമയത്ത് തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായി. ഇവർ സഞ്ചരിച്ചതായ പടകിൽ വെള്ളം കയറാൻ തുടങ്ങി. അപ്പോൾ എന്തു ചെയ്തു? അത് നിറയാൻ തുടങ്ങിയപ്പോൾ ഈ ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അവർക്ക് കടലും വെള്ളവുമായിട്ടൊന്നും പരിചയമില്ലാത്തവരല്ല. അവരിൽ പടക് വിട്ട് പടകും ഒക്കെ വിട്ട് യേശുവിനെ അനുഗമിച്ചവരാണ്. അപ്പോൾ ഇവർക്ക് വെള്ളവുമായി പരിചയമില്ലാത്തവരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഈ തടാകത്തിൽ, അതായത് കടലുമായി ബന്ധപ്പെട്ട് വളർന്നു വന്നവർ ഒരു തടാകത്തിൽ ചുഴലിക്കാറ്റ് വന്ന് പടകിൽ വെള്ളം കയറുവാൻ തുടങ്ങിയപ്പോൾ ഭയപരവശരായി എന്നാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അവർ നിലവിളിച്ചു. അവർ നിലവിളിച്ചിട്ട് പറയുന്നത് എന്താണ്? യേശു ഉറങ്ങുകയാണ്. യേശു ഉറങ്ങുമ്പോൾ ഇവർ പ്രാണഭയത്തിലായി എന്നാണ് കാണുന്നത്. അവർ, നാഥ നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് ഒരു ബോധരേഷനുമില്ലേ? നിനക്ക് നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റു. യേശു എഴുന്നേറ്റിട്ട് കാറ്റിനെയും കടലിനെയും ശാസിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. വെള്ളത്തിന്റെ കോപത്തെ ശാസിച്ചു. ഇവർ തടാകത്തിലാണ്. കടലെന്ന് പറഞ്ഞത് ഞാൻ തിരുത്തുന്നു. ഇവർ തടാകത്തിലാണ്. അപ്പോൾ അവിടെ കാറ്റിനെയും വെള്ളത്തെയും ശാസിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? കാറ്റും വെള്ളത്തിന്റെ ആ തിരയും ഒക്കെ, കാറ്റിനാൽ ഉണ്ടാകുന്ന ആ ഇളക്കമൊക്കെ നിന്ന് ശാന്തമായി അമർന്നു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അങ്ങനെ അമർന്ന് ശാന്തതയുണ്ടായി കഴിഞ്ഞപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം എവിടെ? യേശുവിന്റെ ചോദ്യം ശ്രദ്ധിക്കണം. നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് അവരോട് ചോദിക്കുന്നു. അവരോ ഭയപ്പെട്ടു. ഇവൻ ആർ? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നുവെന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. അപ്പോൾ യേശുവിനെ കുറിച്ചുള്ള ഇവരുടെ വിലയിരുത്തലുകളെ നമ്മളൊന്ന് സൂക്ഷ്മതയോടെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഇവര് തമ്മിൽ ചോദിക്കുന്നത് എന്താണ്? ഇവൻ ആർ?
കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു, ഇവൻ ആർ എന്ന് ചോദിക്കുന്നു. അവരോടാണ് യേശു ചോദിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസം എവിടെ? യേശുവിൽ വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ ഇവൻ ആരെന്ന് പരസ്പരം ചോദിക്കുമോ? യേശുവിനെ ഇവർ ഉണർത്തിയത് എന്തിനാണ്? ഇത്രയും വലിയ സംഭവങ്ങൾ നടക്കുമ്പോൾ ഇദ്ദേഹം കിടന്ന് ഉറങ്ങുവാണ്, അതിനാ ഉണർത്തിയത്. ഇവൻ ആരെന്ന് ഇവർക്ക് കൃത്യമായ അറിവുണ്ടെങ്കിൽ ഇവർ പരസ്പരം ചോദിക്കുമോ, ഇവൻ ആര്? കാറ്റും വെള്ളവും ഒക്കെ ഇവനെ അനുസരിക്കുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. അപ്പൊ അവർക്ക് അതിശയമുണ്ടായി. അപ്പോൾ ഈ അതിശയമുണ്ടായ അവരുടെ വിശ്വാസം എവിടെ എന്ന യേശുവിന്റെ ചോദ്യം ഒരല്പം നമുക്ക് വിരോധാഭാസമായി തോന്നും. പക്ഷേ യേശുവിനെ അനുഗമിച്ച ഇവർക്ക് യേശു ആരെന്നുള്ള അറിവില്ലാതെയാണ് അനുഗമിച്ചത് എന്ന് നമുക്ക് ആ ഭാഗത്തു നിന്ന് വ്യക്തമാവുകയാണ്. യേശുവിനെ അനുഗമിക്കുവാൻ ഇറങ്ങിയിട്ട് ഈ യേശുവിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവും ധാരണയും ഇല്ലാതെയാണ് ഇവർ അനുഗമിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ആ വചനഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഇവർ പരസ്പരം ചോദിക്കില്ലായിരുന്നു, കാറ്റും വെള്ളവും ഒക്കെ ഇവൻ കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു, ഇവൻ ആരെന്ന് ഇവർക്ക് പരസ്പരം ചോദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ? അപ്പോൾ ഇതുപോലെ ആണ് ഇന്ന് അനേകം യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്, യേശുവിനെ അനുഗമിക്കുന്നുണ്ട് എന്നൊക്കെ അവകാശപ്പെടുന്നു. യേശുവിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്നതിന്റെ അവരുദ്ദേശിക്കുന്ന അർത്ഥം എന്താണെന്നറിയാമോ? യേശു എന്താണ് പറഞ്ഞതെന്ന് അറിഞ്ഞിട്ട് അത് വിശ്വസിക്കുകയല്ല. പിന്നെന്താ അവരുടെ യേശുവിൽ വിശ്വസിക്കുന്നു പറഞ്ഞാൽ അവർ യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നു എന്നാണ് അവരുടെ ആ പറച്ചിലിന്റെ അർത്ഥം. യേശു ദൈവമാണെന്ന് അവർ വിശ്വസിക്കുന്നു, യേശു അല്ലാതെ മറ്റൊരു ദൈവം ഇല്ലെന്ന് അവർ വിശ്വസിക്കുന്നു. ഇതാണ് അവർ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുന്നത്. യേശു പറഞ്ഞു യേശു ദൈവമാണെന്ന് വിശ്വസിക്കണമെന്ന്. അപ്പോൾ യേശു പറയണ്ട. യേശുവിന്റെ ശിഷ്യന്മാർ ആരെങ്കിലും പറഞ്ഞു യേശു ദൈവമാണെന്ന്? യേശു ദൈവമാണെന്ന് വിശ്വസിക്കണമെന്ന് യേശുവിന്റെ ശിഷ്യന്മാർ ആരെങ്കിലും പറഞ്ഞോ? ഇവരാരും പറഞ്ഞിട്ടില്ല യേശു ദൈവമാണെന്ന് വിശ്വസിക്കണമെന്ന്. യേശു ദൈവമാണെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ രക്ഷയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ആരാ? ഈ യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ. യേശുവിനെ കുറിച്ച് അറിയാതെ, യേശു ആരെന്നറിയാതെ, യേശുവിനെ അനുഗമിക്കുന്നു എന്ന് അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് അഭിമാനം കൊള്ളുന്ന പലർക്കും യേശു ആരെന്നറിയത്തില്ല, യേശു പറഞ്ഞത് എന്താണെന്ന് അറിയത്തില്ല, യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് അറിയത്തില്ല. പിന്നെ എന്തറിയാം? ഏതോ ഉപദേശി പറഞ്ഞു കേട്ടു യേശു ക്രിസ്തു ദൈവമാണ്, യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവവുമില്ല എന്ന്. ആ ഉപദേശി പറഞ്ഞത് ഇവർക്കറിയാം, അല്ലാതെ യേശു പറഞ്ഞത് എന്താണെന്ന് അറിയത്തില്ല. യേശുവിന്റെ ശിഷ്യന്മാർ പറഞ്ഞത് എന്താണെന്ന് അറിയില്ല. യേശുവിന്റെ ഒരു ശിഷ്യനും പറഞ്ഞില്ല യേശു ദൈവമാണെന്ന് വിശ്വസിക്കണം, യേശു ദൈവമാണെന്ന് വിശ്വസിക്കാത്തവൻ ക്രിസ്ത്യാനി അല്ലെന്ന് ഇവർ പാടി നടക്കുന്ന കാര്യം ഒരു ശിഷ്യനും പറഞ്ഞിട്ടില്ല. ഒരു ശിഷ്യനും പറഞ്ഞിട്ടില്ല യേശു ദൈവമാണെന്ന് വിശ്വസിക്കാത്തവൻ ക്രിസ്ത്യാനിയല്ലെന്ന്. ഒരു ശിഷ്യനും പഠിപ്പിച്ചിട്ടില്ല യേശു ദൈവമാണെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ നിനക്ക് രക്ഷയില്ലെന്ന്. ഒരു ശിഷ്യനും പഠിപ്പിച്ചിട്ടില്ല യേശു ദൈവമാണെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ നിനക്ക് ജീവനില്ല, നിത്യജീവനില്ല എന്ന്. പിന്നെ ആരാ ഇതൊക്കെ പഠിപ്പിച്ചത്? ഇതൊക്കെ പഠിപ്പിച്ചത് യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു പറഞ്ഞതും യേശുവിന്റെ ശിഷ്യന്മാർ പറഞ്ഞതും എന്താണെന്ന് വായിച്ചു പഠിച്ചു പരിശോധിച്ചറിയാതെ ഏതെങ്കിലുമൊക്കെ മുറിയുപദേശിമാര് പഠിപ്പിച്ച ബൈബിൾ വിരുദ്ധ ഉപദേശത്തെ ആശ്ലേഷിച്ചിട്ട് അതും ചുമന്നുകൊണ്ട് നടക്കുകയാണ്
വേണ്ടിയിട്ടാണ് ദീപൽ കൗഡ ശന്തല പൗഡ എന്ന് പറയാനായിട്ട്. ഇതല്ലാതെ ഇവരാരും യേശുക്രിസ്തു പഠിപ്പിച്ചത് എന്താണെന്ന് പഠിക്കുവാനും പരിശോധിക്കുവാനും സമയം ചിലവഴിച്ചിട്ടേയില്ല. വൈകാരികമായ ശാരീരിക പ്രകടനങ്ങൾ, ഭൗതികമായ പ്രകടനങ്ങളിലൂടെ ദൈവം പ്രസാദിക്കുമെന്ന ഇവരുടെ അന്ധമായ ധാരണ, അടിസ്ഥാനമില്ലാത്ത വിശ്വാസമാണ് ഇവർ ചുമന്നു നടക്കുന്നത്. ഇവർക്കൊക്കെയും ഉണ്ടാകേണ്ട ചോദ്യമാണ് ഇവിടെ യേശുവിനോട് കൂടെ യേശുവിനെ അനുഗമിച്ച ഈ ശിഷ്യന്മാർ പടകിൽ വെച്ച് അവർ തമ്മിൽ ചോദിക്കുന്നത്. ഇവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു, ഇവൻ ആരെന്ന്. പിന്നെ എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ യേശുവിന്റെ കൂടി പടകിൽ കയറി പോയത്? യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് യേശുവിന്റെ ഒരു ചോദ്യം ഇവരുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതിനർത്ഥം നിങ്ങൾ എന്തറിഞ്ഞിട്ട്, നിങ്ങൾ എന്ത് വിശ്വസിച്ചിട്ടാണ് എന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടതെന്നാണ് യേശുവിന്റെ ചോദ്യം. യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് യേശുക്രിസ്തു പറഞ്ഞതെന്താണെന്ന് പരിശോധിക്കുവാനും പഠിക്കുവാനും അല്പം പോലും സമയം ചിലവഴിക്കാതെ സ്വന്തം ഭാവനകളിലൂടെ, സ്വന്തം വൃഥാവായ ധാരണകളിൽ കൂടെ ഏതൊക്കെയോ ഉപദേശിമാര്, ഒരുപക്ഷെ ആ ഉപദേശിമാർക്ക് സെറാംപൂർ സെനറ്റിന്റെ PhD ഉണ്ടായിരിക്കാം, MDH ഉണ്ടായിരിക്കാം, BD ഉണ്ടായിരിക്കാം. അതുകൊണ്ട് യേശു പറഞ്ഞത് എന്താണെന്ന് അറിയണമെന്നില്ല. യേശു പറഞ്ഞത് എന്താണെന്ന് അറിയണമെങ്കിൽ സെറാംപൂർ സെനറ്റിന്റെ PhD എടുത്തിട്ട് കാര്യമില്ല, MDH എടുത്തിട്ട് കാര്യമില്ല, BD എടുത്തിട്ട് കാര്യമില്ല. യേശു പറഞ്ഞതും യേശുവിന്റെ ശിഷ്യന്മാർ പറഞ്ഞതും എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് വിശുദ്ധ ബൈബിൾ സൂക്ഷ്മതയോടെ വായിക്കുകയും പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത്. യേശുക്രിസ്തു പറഞ്ഞത് വിശ്വസിക്കാതെ, യേശുക്രിസ്തു പറഞ്ഞത് കൈക്കൊള്ളാതെ, യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ പറഞ്ഞത് കൈക്കൊള്ളാതെ അതിന് വിപരീതമായ ഉപദേശം പറയുന്ന ഏതൊരു സമൂഹവും ക്രിസ്തുവിന്റെ അനുയായികളല്ല എന്നുള്ള വസ്തുത നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഉണ്ടാകേണ്ട ചോദ്യം എന്താണ്? വൃഥ കെട്ടിപ്പൊക്കിയ ഭൗതികമായ മ്യൂട്ട് ചെയ്തേ. അപ്പോൾ ഈ ഭൗതികമായ ധാരണകൾ വെച്ചുകൊണ്ട് യേശുവിന്റെ കൂടെ നടക്കുകയാണ് എന്ന് വിചാരിക്കുകയാണ്. യേശു ആരെന്നുള്ള അറിവ് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. യേശു തന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയ ധാരാളം വചനഭാഗങ്ങളുണ്ട്. വളരെ വ്യക്തമായി തന്നെ താൻ പറഞ്ഞിട്ടുണ്ട് താൻ ആരാണെന്ന്. പക്ഷെ ഒരിടത്ത് പോലും യേശു പറഞ്ഞില്ല താൻ ദൈവമാണെന്ന്. ഒരിടത്ത് പോലും യേശു പറഞ്ഞില്ല താൻ ദൈവത്തിൽ ഒരുവനാണെന്ന്. താൻ ഉൾപ്പെടെ 3 പേരാണ് ദൈവമെന്ന് യേശു ഒരിടത്തും പറഞ്ഞില്ല. പോട്ടെ, യേശു പറഞ്ഞില്ല, യേശുവിന്റെ ശിഷ്യന്മാരും പറഞ്ഞില്ല. യേശുക്രിസ്തുവാണ് ദൈവമെന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചില്ല, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ പഠിപ്പിച്ചില്ല. പിന്നെ ആരാണ് പഠിപ്പിക്കുന്നത്? മുറി ഉപദേശിമാർ സ്വന്തം ഭാവനകളിൽ കൂടി യേശുവിന് ഇല്ലാത്ത പദവി യേശുവിന്റെ മേൽ ആരോപിച്ച് യേശുവിനെ വാണിജ്യമാക്കി മാറ്റുകയാണ്. യേശുവിനെ ഇവരുടെ കച്ചവടത്തിനുള്ള ഒരു വാണിജ്യ വസ്തുവായി മാറ്റുകയാണ് ചെയ്യുന്നത്. An object to establish their business. മാർക്കറ്റിംഗ് തന്ത്രമാണ് യേശു എന്ന പേര് ഇവരെ സംബന്ധിച്ച്. ജനങ്ങളുടെ ഉള്ളിലേക്കൊരു വൈകാരികത യേശുവിനോടുള്ളത്, അതിനെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട്
യേശുവിനില്ലാത്ത പദവികൾ യേശുവിന്റെ മേൽ ആരോപിച്ചുകൊണ്ട് യേശുവിനെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുകയാണ് ഇവരൊക്കെ കൂടി ചെയ്യുന്നതെന്ന് പ്രിയരെ നമ്മൾ മറന്നുപോകരുത്. യേശു പറഞ്ഞു താൻ ആരെന്ന്. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ കാണുന്നത് അതിന്റെ 4-ാം അധ്യായത്തിൽ യേശു തന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വചനഭാഗമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അവിടെ നമ്മൾ കാണുന്നത് ഒരു സ്ത്രീയോട് യേശു സംസാരിക്കുന്ന ഭാഗമാണ്. അതിങ്ങനെ താഴോട്ട് വന്നപ്പോൾ അതിന്റെ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 23 മുതലുള്ളതായ വചനഭാഗങ്ങൾ നമുക്ക് താഴോട്ട് വായിക്കാം. സത്യനമസ്കാരങ്ങൾ പിതാവിനെ ആത്മാവിൽ സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലെ സത്യത്തിലും നമസ്കരിക്കുകയാണ്. സ്ത്രീ അവനോട് ഒന്ന് നിന്നെ. ഇവിടെ യേശു പറയുന്നത് എന്താണ്? 23-ാം വാക്യം അവസാനിപ്പിക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കണം. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ആരിച്ഛിക്കുന്നു എന്നാണ്? പിതാവ് ഇച്ഛിക്കുന്നു. അപ്പൊ യേശു വളരെ കൃത്യമായി പറയുന്നുണ്ട്. അടുത്തത്, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അപ്പൊ ഇവിടെ വളരെ കൃത്യമായി യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. പിതാവിനെ കുറിച്ചാണ് യേശു ദൈവം എന്ന് പറയുന്നത്, മറന്നു പോകണ്ട. പിന്നെ താഴോട്ട് വരുമ്പോ പറയുന്നത് എന്താണ്? അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. അടുത്തത്, സ്ത്രീ അവനോട് മശിഹ എന്ന് വെച്ചു കഴിഞ്ഞാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരുമെന്ന് പറഞ്ഞു. ക്രിസ്തു വരുമ്പോൾ സകലതും അറിയിച്ചു തരുമെന്ന് സ്ത്രീ യേശുവിനോട് പറഞ്ഞു. യേശു അവളോട് തിരിച്ചു പറയുന്നത് എന്താണ്? നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ. മശിഹ എന്നത് മസിഹോ എന്ന എബ്രായ പദമാണ്. മശിഹ എന്നതിന്റെ തന്നെ ക്രിസ്തു എന്ന് വെച്ചാൽ മശിഹ എന്ന് മേളിൽ പറഞ്ഞിരിക്കുന്നത് കണ്ട് ക്രിസ്തു അഥവാ മശിഹ. ക്രിസ്തു എന്ന് പറയുന്നത് ക്രിസ്തോസ് എന്ന ഗ്രീക്ക് പദമാണ്. അതിന്റെ രണ്ടിനെ അർത്ഥം ഒന്ന് തന്നെയാണ്. എന്താണ്? അനോയിന്റഡ് വൺ, അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ് അർത്ഥം. അപ്പോ അഭിഷേകം ചെയ്യപ്പെട്ടവൻ, അഭിഷിക്തൻ, അവനെ അഭിഷേകം ചെയ്തവൻ അവനെ അഭിഷേകം ചെയ്ത് അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അഭിഷിക്തൻ വരുമ്പോൾ അവൻ സകലവും അറിയിച്ചു തരുമെന്ന് ഈ സ്ത്രീക്കറിയാം. അവരത് പറഞ്ഞു. യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുമെന്നവൻ തന്നെയാണ് ആ അഭിഷിക്തൻ. എന്നിട്ട് ഞാൻ തന്നെ മെസ്സിഹ. മതി. യേശുവോട് നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അഭിഷിക്തനെന്ന്, മശിഹ എന്ന് യേശു അവളോട് ഉത്തരം പറഞ്ഞു. ഇതിന് താഴോട്ട് വരുമ്പോൾ ഇതിനിടയ്ക്ക് യേശുവിന്റെ ശിഷ്യന്മാർ വരികയും ഈ സ്ത്രീയോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടെങ്കിലും അവര് ഈ യേശുവിനോട് ചോദിച്ചില്ല, നിങ്ങൾ തമ്മിൽ എന്തുവാ സംസാരിച്ചെന്നൊന്നും ചോദിക്കാൻ പോയില്ല. എന്നിട്ട് താഴോട്ട് വന്നപ്പോ എന്താണ്? സ്ത്രീ എന്ത് ചെയ്തു? 28-ാം വാക്യം, 28-29 വാക്യം. അതിനുശേഷം സ്ത്രീ പാത്രമൊക്കെ അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്കാ പോയത്. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്നു കാണുമേ. അവളെ കുറിച്ച്, അവളുടെ ജീവിതത്തിൽ അവൾ എന്തായിരുന്നു എന്നുള്ളതൊക്കെ അവളോട് പറയുന്ന ഒരു മനുഷ്യനെ വന്നു കാണുക. അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. കേക്കണേ, യേശു പറഞ്ഞു നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് മശിഹ എന്ന്, ക്രിസ്തു എന്ന്. എന്നിട്ടും അവൾ ഈ പട്ടണത്തിൽ ചെന്നിട്ട് ആൾക്കാരോട് പറഞ്ഞ എന്താണ്? ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്നു കാണുക എന്ന്. അവൻ പക്ഷേ മേ ബി ഹീസ് ക്രൈസ്റ്റ്, ഒരു പക്ഷേ അവൻ ക്രിസ്തു ആയിരിക്കും എന്ന് പറഞ്ഞു. അവൾ ഉറപ്പിച്ചു പറഞ്ഞില്ല. യേശു പറഞ്ഞു അവളോട്,
നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് മശിഹ എന്ന്, ഞാൻ തന്നെയാണ് ക്രിസ്തുവെന്ന്. എന്നിട്ടും അവൾക്ക് ധൈര്യമുണ്ടായില്ല പട്ടണത്തിൽ ചെന്ന ആൾക്കാരോട് അവൻ ക്രിസ്തുവാണ് എന്ന് പറയുവാൻ. അവൾ പറഞ്ഞത് ഒരു പക്ഷേ മേ ബി മേ ബി ക്രൈസ്റ്റ്. ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു, നിങ്ങളും വന്ന് കാണുക, അവനൊരു പക്ഷേ ക്രിസ്തുവായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് നിന്നും യേശു തന്നെക്കുറിച്ച് താൻ ആരെന്ന് സാക്ഷ്യപ്പെടുത്തിയ ഒരു വചനഭാഗമാണ് നമ്മൾ കണ്ടത്. താൻ ആരെന്നാണ് യേശു സാക്ഷ്യപ്പെടുത്തിയത്? മശിഹ, ക്രിസ്തുവാണ് എന്നാണ് യേശു സാക്ഷ്യപ്പെടുത്തിയത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വചനം, നമ്മൾ എപ്പോഴും എടുക്കുന്ന ഒരു വചനഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. ഞാൻ തൽക്കാലം അതവിടെ നിർത്തുകയാണ്. നമുക്ക് വീണ്ടും ഒരു വചനഭാഗത്തേക്ക് പോകാം. യേശു തന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന മറ്റൊരു ഭാഗം യോഹന്നാന്റെ സുവിശേഷം തന്നെ 9-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അവിടെ നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? അതിന്റെ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് യേശു കാഴ്ച കൊടുത്ത ഒരു മനുഷ്യനെ കുറിച്ചാണ് കാണുന്നത്. ആ മനുഷ്യന് യേശു കണ്ണിന് കാഴ്ച കൊടുത്തതിന്റെ പശ്ചാത്തലത്തിൽ ഇവനെ യഹൂദന്മാർ പുറത്താക്കി എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഞാനിത് മൊത്തം അധ്യായം മൊത്തം എടുത്ത് വായിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതിന്റെ താഴോട്ട് വരുമ്പോൾ 35-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിലേക്ക് വരാം. ഈ യേശു കണ്ണിന് കാഴ്ച കൊടുത്ത ഈ മനുഷ്യനെ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. എന്നിട്ട് ഈ കാഴ്ച കൊടുത്ത ആ മനുഷ്യനെ കണ്ടപ്പോൾ യേശു അവനോട് ചോദിക്കുന്ന ചോദ്യമാണ്, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ മറുപടി പറഞ്ഞത്, യജമാനനെ അവൻ ആരാകുന്നു. നിങ്ങൾ ഒന്ന് നിൽക്കണേ, ഇവിടെ ഈ വാക്യത്തിൽ യജമാനനെ അവൻ ആരാകുന്നു എന്നാണ് ചോദിക്കുന്നത്. ആണല്ലോ? നമ്മൾ ഗ്രീക്ക് ബൈബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ യജമാനൻ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് കൂരിയോസ് എന്നുള്ള പദമാണ്. കുരിയെ എന്നാണ് യജമാനനെ എന്ന് വിളിക്കുന്നതിന് കുരിയെ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുരിയെ എന്ന പദത്തിന്റെ അർത്ഥം എന്താ? കർത്താവേ എന്നാണ് അർത്ഥം. ഓക്കെ, ഞാൻ സാന്ദർഭികമായിട്ട് അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ യജമാനനെ അല്ലെങ്കിൽ കർത്താവേ എന്ന് വിളിച്ചു എന്ന് തന്നെ കൂട്ടിക്കോളൂ. യേശുവിനെ യജമാനനെ എന്ന് വിളിക്കുന്നത്, ഇതുപോലെ ബൈബിളിൽ യജമാനൻ എന്ന് എഴുതിയിരിക്കുന്ന, യജമാനനെ എന്ന് എഴുതിയിരിക്കുന്ന വാക്യങ്ങളിലൊക്കെ നമ്മൾ ഗ്രീക്ക് ബൈബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൂരിയെ എന്നുള്ള പദം കാണുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം തന്നെ 20-ാം അധ്യായത്തിന്റെ 14, 15, 16 വാക്യങ്ങളിൽ മഗ്ദലക്കാരത്തി മറിയ യേശുവിനെ കല്ലറയ്ക്കൽ ചെന്നിട്ട് യേശു ഉയർത്തെഴുന്നേറ്റ് അറിഞ്ഞിട്ട് അവിടെ നിന്ന ഒരാളോട് അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ചുകൊണ്ട് അവനെ വിളിക്കുന്നത് പോലും കൂരിയെ എന്നാണ്. തോട്ടക്കാരനാണെന്ന് വിചാരിച്ചുകൊണ്ട്, അപ്പം വിളിച്ചത് തോട്ടക്കാരനെയാണ്. മഗ്ദലക്കാരത്തി മറിയ വിളിച്ചത് തോട്ടക്കാരനെയാണ്. പക്ഷെ ആ ആള് തോട്ടക്കാരനല്ലായിരുന്നു, അത് യേശുവായിരുന്നു. യേശുവാണെന്ന് അറിയാതെയാണ് അവൾ യജമാനനെ എന്ന് വിളിക്കുന്ന. ആ യജമാനനെ എന്നുള്ളിടത്തും കുരിയെ എന്നുള്ള പദം നമുക്ക് കാണാം. അപ്പൊ തോട്ടക്കാരനും ഒക്കെ ഉപയോഗിക്കുന്ന, അതുപോലെ ദൂതൻ ഉപയോഗിക്കുന്ന പദം തന്നെയാണ് ഈ കുരിയെ എന്നുള്ളത്. ഈ കുരിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവെ, യജമാനനെ, പ്രഭു എന്നൊക്കെ, നാഥ എന്നൊക്കെ അർത്ഥം വരുന്ന പദമാണ്. ഓക്കെ, എനിവേ സാന്ദർഭികമായിട്ട് ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ വചനഭാഗത്തേക്ക് തന്നെ മടങ്ങി വരാം. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? യജമാനനെ അവൻ ആരാകുന്നു. ഞാൻ അവനിൽ വിശ്വസിക്കാമെന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ കണ്ണിന് കാഴ്ച ലഭിച്ച മനുഷ്യൻ യേശുവിനോട് പറയുന്നു, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചിട്ട് അവൻ തിരിച്ചു മറുപടി പറയുന്നത്, യജമാനനെ അവൻ ആരാകുന്നു. ഈ ദൈവപുത്രൻ ആരാകുന്നു ഈ കണ്ണിന് കാഴ്ച ലഭിച്ചവൻ അറിയത്തില്ല. അവൻ പറയാം, അവൻ ആരാകുന്നു, ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് യേശു അവനോട് നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞാല് ദൈവപുത്രൻ തന്നെയാണ് നിന്നോട് സംസാരിക്കുന്നവൻ എന്ന്. അപ്പോൾ യേശു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
അവിടെ നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെയാണ്, ദൈവപുത്രൻ തന്നെയാണ് എന്ന് യേശു സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. അപ്പോൾ അവിടെയും നമ്മൾ കാണുന്നത് യേശുവിനെ കുറിച്ച് യേശുക്രിസ്തു താൻ ആരെന്ന് സാക്ഷ്യപ്പെടുത്തിയ വചനമാണ്. അപ്പോൾ നമ്മൾ മുമ്പേ ചിന്തിച്ച എന്താണ്? അവിടെ നമ്മൾ കണ്ടത് എന്താണ്? യേശു ആരെന്ന് തന്നെ വെളിപ്പെടുത്തി, താൻ മശിഹയാണെന്ന് വെളിപ്പെടുത്തി. അതുപോലെ അടുത്ത് നമ്മൾ കണ്ടത് താൻ ദൈവപുത്രനാണ് എന്ന് യേശു തന്നെ കുറിച്ച് തന്നെ വെളിപ്പെടുത്തി. അപ്പോൾ യേശുവിന്റെ വെളിപ്പെടുത്തലുകളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ യേശു ആരെന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചത് എന്താണോ അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് പോകുവാൻ നമുക്കാർക്കും അധികാരമില്ല. യേശു പഠിപ്പിക്കാത്ത, യേശുവിന്റെ ശിഷ്യന്മാർ പഠിപ്പിക്കാത്ത യാതൊരു പദവിയും യേശുവിന്റെ മേൽ ആരോപിക്കുവാൻ നമുക്കാർക്കും അധികാരമില്ല എന്നുള്ളത് അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വചനഭാഗത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി പ്രസക്തമായ ചില കാര്യങ്ങൾ യേശു അവിടെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 3 വരെ നമുക്ക് താഴോട്ട് വായിക്കാം. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, ആരോടാ പറയുന്നത്? പിതാവിനോടാണ് പറയുന്നത്. എവിടെ പിതാവ്? സ്വർഗത്തിലാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ശിമോൻ പത്രോസ് യേശുവിന്റെ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ അവിടെ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ശിമോൻ പത്രോസ് മറുപടി പറയുമ്പോൾ യേശു അവിടെ അതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതാണ്. യേശു പറഞ്ഞത്, ബർയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത് എന്നാണ് യേശു മറുപടി പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു അവിടെ മുകളിലേക്ക് നോക്കിയിട്ട് പറയുകയാണ്, പിതാവേ. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ യേശുവിന്റെ പിതാവ് എവിടെയാണ്? യേശുവിന്റെ പിതാവ് സ്വർഗത്തിലുണ്ട്. യേശുവിന്റെ പിതാവ് സ്വർഗത്തിലുണ്ട്. അത് ജീവനുള്ള ദൈവമാണെന്ന് ശിമോൻ പത്രോസ് പറഞ്ഞതിനെ യേശു സാക്ഷ്യപ്പെടുത്തി. ആ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് ശിമോൻ പത്രോസ് പറഞ്ഞതിനെ യേശു സാക്ഷ്യപ്പെടുത്തി. ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നതെന്ന് സാക്ഷ്യപ്പെടുത്തി. ആ സ്വർഗസ്ഥനായ പിതാവ് സ്വർഗത്തിലുള്ളത് കൊണ്ട് യേശു ഇത് സംസാരിച്ചിട്ട് സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവിനോട് പറയാണ്, പിതാവേ, സമയമായിരിക്കുന്നു, നാഴിക വന്നിരിക്കുന്നു. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. നീ അവന് നൽകിയിട്ടുള്ള, അപ്പൊ നീയുമുണ്ട് അവനുമുണ്ട്, മനസ്സിലായോ? നീ അവന് നൽകിയിട്ടുള്ള എല്ലാവർക്കും അവൻ പുത്രൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന്, അഥവാ പുത്രന് അധികാരം നൽകിയിരിക്കുന്നു. അപ്പൊ അധികാരം കൊടുത്തവനും അധികാരം ലഭിച്ചവനുമുണ്ട്. അപ്പൊ ഇതാരാണിത്? ഏക സത്യദൈവമാണ് യേശു ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നയാള്. ഓൺലി ട്രൂ ഗോഡ്. ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം മോണോൻ, അലിത്തിനോൺ, തെയോൺ എന്നാണ്. മോണോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം എങ്കിലും അറിവുള്ളവർക്കറിയാം, ഒന്ന് ഒള്ളി, ഒരേ ഒരെണ്ണം, രണ്ടാമതൊന്നിന് ഒരു സാധ്യതയുമില്ലാത്ത ഇതിനെയാണ് മോണോൻ എന്ന് പറയുന്നത്. മോണോക്സൈഡ്, മോണോക്രസി, മോണോപോളി, മോണോതീസം, ഇതെല്ലാം ഈ പറഞ്ഞ മോണോൻ എന്ന റൂട്ട് പദമായ ഗ്രീക്ക് ഭാഷയിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ മോണോൻ, അലിത്തിനോൻ, അലിത്തിനോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യ എന്നാണ് അർത്ഥം, ട്രൂ എന്നാണ്. ഓൺലി ട്രൂ. തെയോൺ, ഗോഡ്, ക്യാപിറ്റൽ G ആണ്, ഗോഡ്. അപ്പോൾ ഒരേ ഒരു സത്യദൈവമായ നമ്മളെയും എന്നല്ല, നിന്നെ, യു, ദ ഓൺലി ട്രൂ ഗോഡ്. അപ്പോൾ ആരാണ് ഓൺലി ട്രൂ ഗോഡ് അക്കോർഡിംഗ് ടു ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്? ദ വൺ ഹൂ ഈസ് there in the heaven to whom Jesus Christ was speaking. ഓക്കെ, അപ്പോൾ സ്വർഗസ്ഥനായ പിതാവാണ്
ഒരേയൊരു സത്യദൈവമെന്ന് യേശുക്രിസ്തു സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് നമുക്കിവിടെ കാണുവാൻ തക്കണം കഴിയും. വായിക്ക്. ഏക സത്യദൈവമായ നിന്നെയും നമ്മളെയും എന്നല്ല കേട്ടോ, ത്രിയേക ദൈവമായ നമ്മളെ എന്നൊന്നുമല്ല. ഏകദൈവമായ നമ്മളെ എന്നല്ല, ഏകദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ. അപ്പൊ യേശുക്രിസ്തു ആരാണ്? The one who is sent by the only true God. ഒരേയൊരു സത്യദൈവമായവനാൽ അയക്കപ്പെട്ടവനാണ് യേശുക്രിസ്തു എന്ന് ഇവിടെ അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ ഒരേയൊരു സത്യദൈവമായ പിതാവിനാൽ അയക്കപ്പെട്ടവനാണ് യേശുക്രിസ്തു എന്നുള്ള അറിവ് നിത്യജീവനാണ്. ദിസ് ഈസ് life eternal, that they might know thee, the only true God, and Jesus Christ whom thou hast sent. ഒരേയൊരു സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. ഇതിന് വിപരീതമായിട്ടല്ലേ ആളുകള് യേശുക്രിസ്തുവിനെ പിടിച്ച് സത്യദൈവമാക്കാൻ നടക്കുന്നത്? യേശുക്രിസ്തുവിനേക്കാൾ ഇക്കാര്യത്തിൽ അധികാരമുള്ളവൻ ആരുണ്ട്? ഏത് ഉപദേശിക്കാണ് യേശുക്രിസ്തു പഠിപ്പിച്ചതിന് വിപരീതമായി പറയാനുള്ള അധികാരമുള്ളത്? ജനങ്ങളെ വഞ്ചിക്കുവാൻ വേണ്ടി സ്വന്തം ഭാവനകളിൽ കൂടി ക്രിസ്തുവിന്റെ അധ്യാപനങ്ങൾക്ക് വിപരീതമായി പഠിപ്പിക്കുന്ന ഒരുത്തനും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനല്ല. അവനൊന്നും ക്രിസ്ത്യാനി എന്ന് പറയാൻ യാതൊരു അവകാശവുമില്ല. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിൽ കടന്നുപോയ ഒരുത്തനും ദൈവമില്ല. യോഹന്നാന്റെ 2-ാം ലേഖനം 9-10 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിൽ കടന്നുപോയ ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിൽക്കുന്നവനോ പിതാവും ഉണ്ട്, പുത്രനും ഉണ്ട്. പിതാവാണ് ഒരേയൊരു സത്യദൈവം. യേശുക്രിസ്തു ആ സത്യദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. യേശുക്രിസ്തു എന്ന് പറഞ്ഞൊരു സത്യദൈവം ബൈബിളിലില്ല. ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട്, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട്, ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് യേശുക്രിസ്തുവിലൂടെ ലഭ്യമായ നിത്യജീവന്റെ വാഗ്ദത്തത്തിൽ നിന്ന് അന്യമാക്കുന്ന അന്യവും വിവിധവുമായ ഉപദേശങ്ങളിൽ കൂടി ജനങ്ങളെ വഞ്ചിക്കുന്ന വ്യാജന്മാരിൽ നിന്ന് സൂക്ഷ്മതയോടുകൂടി ഒഴിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതിനു വേണ്ടിയാണ് തിരുവെഴുത്തുകളെ വായിക്കുകയും പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്തിട്ട് യേശുക്രിസ്തു എന്താണ് പഠിപ്പിച്ചത്, യേശുവിന്റെ ശിഷ്യന്മാർ എന്താണ് പഠിപ്പിച്ചത്, യേശു പഠിപ്പിച്ചതും യേശുവിന്റെ ശിഷ്യന്മാർ പഠിപ്പിച്ചതും തമ്മിൽ കോൺട്രഡിക്ഷൻ ഉണ്ടോ? ഇതൊക്കെ നോക്കണം. യേശു പഠിപ്പിച്ചതിന് കോൺട്രഡിക്ടറി ആയിട്ട് യേശുവിന്റെ ശിഷ്യന്മാർ പഠിപ്പിച്ചാലും പോയി പണി നോക്കണം എന്ന് പറയണം. കാരണം ക്രിസ്തുവാണ് മീതെ, അതിന് കീഴേ ഉള്ളൂ ശിഷ്യന്മാർ. ശിഷ്യന്മാരാരും യേശുക്രിസ്തു പഠിപ്പിച്ചതിന് വിപരീതമായി ചെയ്തിട്ടില്ല. പിന്നെ ആരാ ചെയ്യുന്നത്? തുക്കട ഉപദേശിമാര്, മുറി ഉപദേശിമാര് തങ്ങളുടെ അല്പജ്ഞാനത്തിൽ നിന്നും ഏതോ ഉപദേശി ഛർദ്ദിച്ചത് വിഴുങ്ങിയിട്ട് അതിന്റെ വീര്യം മറ്റുള്ളവരുടെ മേൽ തള്ളിക്കൊണ്ട് ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിന്ന് ജനങ്ങളെ അകറ്റുകയും നിത്യജീവന്റെ പ്രത്യാശയിൽ നിന്ന് അവരെ അന്യരാക്കുകയും ചെയ്യുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. തെരുവുകൾ നീതെ പോയി നിന്നിട്ട് പലരും അവർ ക്രിസ്തുവിന്റെ അനുയായികളാണ്, ക്രിസ്ത്യാനികളാണ് എന്നൊക്കെയുള്ള രീതിയിൽ അവരുടെ ബിസിനസ് സാമ്രാജ്യം വളർത്താൻ വേണ്ടി, ജനങ്ങളെ വശീകരിക്കുവാൻ വേണ്ടി പോയി നിന്നുകൊണ്ട് കാണിക്കുന്ന കസർത്ത് കളികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ദൈവത്താൽ ആകർഷിക്കപ്പെടാത്ത ഒരുത്തനും തന്റെ പുത്രനായ ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശനമുണ്ടാകുകയില്ല. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും പുത്രന്റെ രാജ്യത്തിലേക്ക് പ്രവേശനമില്ല. No man cometh unto me unless the Father. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ഒരുത്തനും പുത്രന്റെ അടുത്തേക്ക് പ്രവേശനമുണ്ടാകത്തില്ല. യേശുക്രിസ്തുവിനെ അയച്ചവനായ പിതാവെന്ന ഒരേ ഒരു സത്യദൈവത്തെ തമസ്കരിപ്പിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് വിഷം വിതച്ചുകൊണ്ട് സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ നിന്ന് അവരെ അകറ്റുവാൻ വേണ്ടി വൈകാരികമായ പ്രകടനങ്ങൾ നടത്തി ജനങ്ങളെ വഞ്ചിക്കുന്ന വ്യാജന്മാരിൽ നിന്ന്
ജനം ഒഴിഞ്ഞിരിക്കണം. സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് എത്തണമെങ്കിൽ തിരുവെഴുത്തുകളെ സൂക്ഷ്മമായി പരിശോധിക്കണം. എന്റെ ഉപദേശം കേൾക്കണ്ട, ഒരു ഉപദേശിയുടെ ഉപദേശം കേൾക്കണ്ട. ഞാൻ പറഞ്ഞാലും ഏതൊരു ഉപദേശി പറഞ്ഞാലും ആ പറയുന്നതൊക്കെ അതുപോലെ വിശുദ്ധ തിരുവെഴുത്തിലുണ്ടോ എന്ന് പരിശോധിച്ച് ആരുടെയും വ്യാഖ്യാനത്തിന് തലവെച്ച് കൊടുക്കാതെ എല്ലാവന്മാരുടെയും വ്യാഖ്യാനത്തെ സൈഡിലേക്ക് മാറ്റിവെച്ചിട്ട് എന്താണ് തിരുവെഴുത്തിലുള്ളത് അത് മാത്രം സ്വീകരിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ മുന്നേറുവാൻ കഴിയും. നിത്യജീവന്റെ പ്രത്യാശയിൽ നിലനിൽക്കുവാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തുവിലൂടെ വാഗ്ദത്തം ചെയ്യപ്പെട്ട നിത്യരാജ്യത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം കഴിയും. ഒരു ഉപദേശിയുടെയും ബൈബിൾ വിരുദ്ധ ഉപദേശത്തിന് തലവെച്ച് കൊടുക്കുക. എന്താണോ ബൈബിളിലുള്ളത് അത് നോക്കി പരിശോധിച്ച് പഠിക്കുക, അതിൽ നിലനിൽക്കുക. തിരുവെഴുത്തുകളെ ഞാൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും അത് അതുപോലെ തിരുവെഴുത്തിലുണ്ടോ എന്ന് നോക്കുക. ഒരുത്തന്റെയും വ്യാഖ്യാന ഫാക്ടറിയുടെ ഉൽപ്പന്നങ്ങളെ വിഴുങ്ങുവാൻ പോകരുത്. ഒരുത്തന്റെയും വ്യാഖ്യാന ഫാക്ടറിയുടെ ഉൽപ്പന്നങ്ങളെ വിഴുങ്ങുവാൻ പോകരുത്. ഇതാ ഒരു യേശുനാമക്കാർ ഉണ്ട്. യേശു ക്രിസ്തു മാത്രം ദൈവം, യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവവും ഇല്ല എന്ന് പറയുന്ന കുറെ സാത്താന്യ ഉപദേശകന്മാരുണ്ട്. അവർ യേശുനാമക്കാരാണ്, യേശുവിന്റെ നാമക്കാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അവർ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നുപോയ ദൈവമില്ലാത്ത സാത്താന്യ സമൂഹമാണ്. ബൈബിൾ വിരുദ്ധ സാത്താന്യ ഉപദേശം പഠിപ്പിക്കുന്നവരാണ് യേശുവിന്റെ നാമക്കാരെന്ന് പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ജീസസ് ഒൺലി വൺനെസ് പെന്തക്കോസ്റ്റൽസ് എന്ന് പറയുന്ന സമൂഹം. അതെല്ലാ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ കുറേശ്ശെ ആൾക്കാരുണ്ട്. അവര് ഇതിനകത്തും വിഷം കലർത്തുന്നുണ്ട്. അവരുടേതായ ഒരു സംഘടനയുണ്ട്, അപ്പോസ്തോലിക സഭ എന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞുകൊണ്ട്, അപ്പോസ്തോലിക് പെന്തക്കോസ്റ്റൽ ചർച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. എന്തായാലും അമേരിക്കൻ സാഹിബിന്റെ ഉൽപ്പന്നമാണ് ജീസസ് ഒൺലി വൺനെസ് പെന്തക്കോസ്റ്റൽസ് എന്ന് പറയുന്നത്. UPCI എന്നൊക്കെ പറഞ്ഞു, യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ ചർച്ച് ഇന്റർനാഷണൽ എന്ന് അങ്ങോട്ടൊക്കെ അവരുടെ പേരെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ കുറെ സമൂഹങ്ങളുണ്ട്. ഇവരൊക്കെ ബൈബിൾ വിരുദ്ധ സാത്താന്യ ഉപദേശകന്മാരാണ്. യേശുക്രിസ്തു പറഞ്ഞു യേശുക്രിസ്തുവിനെ അയച്ച പിതാവാണ് ഒരേ ഒരു സത്യദൈവം. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 17-ാം വാക്യം നമുക്ക് കാണാം. മഗ്ദലക്കാരത്തിയോട് മറിയോട് പറഞ്ഞത്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ എന്റെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. അപ്പൊ യേശു നിൽക്കുന്ന ഇവിടെ ആ മറിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. യേശുവിന് തന്റെ പിതാവിന്റെ അടുക്കൽ ചെല്ലെങ്കിൽ മീതേക്ക് കയറിപ്പോകണം. അപ്പോൾ ഞാൻ ഇതുവരെ എന്റെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. നീ ചെന്ന് എന്റെ സഹോദരന്മാരോട് പറയുക, ഞാൻ നിങ്ങളുടെ പിതാവും എന്റെ പിതാവും നിങ്ങളുടെ ദൈവവും എന്റെ ദൈവവുമായവന്റെ അടുക്കലേക്ക് കയറിപ്പോകുന്നു. യേശുവിന് പിതാവുണ്ട്, അവൻ മീതയാണ്. ആ പിതാവിന്റെ അടുക്കൽ ചെല്ലണമെങ്കിൽ യേശുവിന് മീതേക്ക് കയറിപ്പോകണം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ അല്പം മുമ്പേ വായിച്ചു. അവിടെ പറഞ്ഞെന്താണ്? ഇത് സംസാരിച്ച യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞു. ആരോട് പറഞ്ഞു? പിതാവിനോട് സംസാരിച്ചു എന്നാണ് കാണുന്നത്. ആ യേശുവിനൊരു പിതാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന യേശുനാമക്കാരെന്ന് പറയുന്ന സാത്താന്യ സമൂഹമുണ്ട്. അവരെ സൂക്ഷ്മതയോടെ അറിഞ്ഞ് നിങ്ങൾ ഒഴിഞ്ഞിരിക്കണം. വ്യാജന്മാരാണ്. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നുപോയ ദൈവമില്ലാത്ത സാത്താന്യ സമൂഹമാണ് അവര്. ഒഴിഞ്ഞിരിക്കണം. എല്ലാ പെന്തക്കോസുകാരുടെയിലും ഈ വിഷമാണ് ഇന്ന് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാ പെന്തക്കോസുകാരും യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പറയുന്നത് അനിഷ്കാവാലം. നിങ്ങളെല്ലാം കാണുന്നത് വീഡിയോ നമ്മൾ പല പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കാണ്. പിതാവെന്ന ദൈവത്തെ നിഷേധിക്കുന്ന സാത്താന്യ സമൂഹമാണ് ഇവര്. വളരെ സൂക്ഷ്മതയോടെ ഇവരെയൊക്കെ ഒഴിഞ്ഞിരിക്കണം. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കണമെങ്കിൽ തിരുവെഴുത്തിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതിനെ ഫോളോ ചെയ്യണം. ഈ വ്യാജന്മാരുടെ ഒരുത്തരുടെയും ഉപദേശത്തെ നമ്മൾ കൈക്കൊള്ളരുത്. നിത്യനാശത്തിലേക്ക് അത് കൊണ്ടുപോകുകയുള്ളൂ. നിത്യജീവങ്കിലേക്ക് പോകണമെങ്കിൽ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കണം. പ്രിയരെ, തിരുവെഴുത്തുകളുടെ മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. സാത്താന്യ സൈന്യത്തോട്, സാത്താന്യ ശക്തികളോട് എതിർത്ത് നിൽക്കണം. പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. Resist the evil, he shall flee from you. വളരെ കൃത്യമായി ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അതുകൊണ്ട് സാത്താന്യ ശക്തികളോട് എതിർത്ത് നിൽക്കുന്നതിൽ അല്പം പോലും വിട്ടുവീഴ്ച കാണിക്കേണ്ട, ഒരു ദാക്ഷിണ്യവും കാണിക്കേണ്ട. ശക്തിയോടെ തിരുവെഴുത്തുകൾക്ക് വേണ്ടി നിലനിൽക്കുക. നിത്യജീവന്റെ പ്രത്യാശയെ മുറുകെ പിടിക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ
വരവ് അടുത്തിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മുടെ ദൈനംദിന ജീവിതത്തെ തിരുവെഴുത്തുകളോട് ചേർത്ത് ബന്ധിച്ചുകൊണ്ട് നിത്യജീവന്റെ പ്രത്യാശയിലേക്ക് ഓടാം. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മളെ എല്ലാവരെയും ദൈവസന്നിധിയിൽ വീണ്ടും സമർപ്പിച്ചുകൊണ്ട്, കേൾക്കപ്പെട്ട വചനങ്ങളുടെ മുമ്പിൽ നാം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആയിരിക്കുമ്പോൾ പ്രിയ തോമസ് കുട്ടിച്ചായൻ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം.